ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ലിജൂസ് ക്ലാസ്സസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ +1 കൊമേഴ്സ് അക്കൗണ്ടൻസി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരെ എന്ത് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ, അത് +2 ആയിക്കോട്ടെ, മുന്നോട്ട് അങ്ങോട്ട് എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഏതൊരു കൊമേഴ്സ് സബ്ജക്റ്റിന്റെയും അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പഠിക്കുന്ന ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് +1 ക്ലാസ്സുകളാണ്. അപ്പം +1 ക്ലാസ്സിൽ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പ്രയാസകരമായിട്ട് തീരും. അതുകൊണ്ട് തന്നെ +1 ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമുക്ക് ലഭ്യമാവണം, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം അടിസ്ഥാനമാണ്, ബേസ് ആണ്. എക്സാം നടന്നോട്ടെ അല്ലെങ്കിൽ നടക്കാതിരുന്നോട്ടെ, പക്ഷേ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മൾ കണ്ട് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കണം. അതായത് അടുത്ത വർഷം നമ്മൾ +2 അല്ലെങ്കിൽ ഈ വർഷം തന്നെ +2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ +1 ക്ലാസ്സിന്റെ തുടർച്ചയായിരിക്കും +2 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ +1 കാര്യങ്ങളൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത വരുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ +1 ബേസ് കാര്യങ്ങളൊക്കെ അടിസ്ഥാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് +1 പഠിക്കണം, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, അത് എക്സാം നടന്നാലും ഇല്ലെങ്കിലും. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളോ കാര്യങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഓരോ ക്ലാസ്സും വരുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. വർക്കൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുക. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ +1 അക്കൗണ്ടൻസി ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. +1 അക്കൗണ്ടൻസി നിങ്ങളെ സംബന്ധിച്ചിട്ട് കൊമേഴ്സ് എന്ന് പറയുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആണ് അല്ലേ? സയൻസ് ഒക്കെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 10ാം ക്ലാസ്സിലും അല്ലെങ്കിൽ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ സയൻസ് വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് വരുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ കൊമേഴ്സുകാരെ സംബന്ധിച്ചിട്ട് കൊമേഴ്സ് എന്ന് പറയുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ പുതിയൊരു കാര്യമാണ്. അപ്പൊ പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ +1 ക്ലാസ്സുകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ പഠിക്കുന്ന സ്ട്രീം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം കൊമേഴ്സ് എന്താണെന്ന് അറിയണം. എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ? കൊമേഴ്സ് എന്താണെന്ന് അറിയണം. ഒന്ന് പറഞ്ഞിട്ട് എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യമാണെന്ന് നമുക്കറിയാം അല്ലേ? നമുക്കറിയാം അതിന്റെ മലയാളം മീനിങ് വാണിജ്യമാണ്. അപ്പൊ വാണിജ്യം എന്ന് ചോദിച്ചാലോ നേരെ തിരിച്ച് കൊമേഴ്സ് എന്ന് പറയും അല്ലേ? പക്ഷെ അതതിന്റെ മീനിങ് മാത്രമാണ്. പക്ഷെ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊമേഴ്സ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഒരാളോട് കൊമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? അപ്പൊ കൊമേഴ്സിന്റെ മലയാളം മീനിങ് നമുക്കറിയാം, വാണിജ്യമാണ്. അപ്പൊ ഈ കൊമേഴ്സിനെ കുറിച്ച് ഒന്ന് ചെറിയ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം. അത് കാരണം നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ് ആണ് അല്ലേ? അപ്പൊ ആര് ചോദിച്ചാലും നിങ്ങൾ കൊമേഴ്സ് അല്ലേ പഠിക്കുന്നത്, എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, വാണിജ്യം എന്ന് മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്താ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ കൊമേഴ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് ട്രേഡ് എന്താണെന്ന് അറിയണം. ട്രേഡ് മീൻസ് കച്ചവടം എന്താണെന്ന് അറിയണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയും. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയും അല്ലെ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയാം. ഇങ്ങനെ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് അല്ലെ? കച്ചവടം എന്ന് പറയുന്നത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് മാത്രമാണ് നമ്മൾ കച്ചവടം എന്ന് പറയാം. പക്ഷെ ഈ കച്ചവടത്തിനെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? നമുക്കറിയാം, നമ്മളൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കച്ചവടം തുടങ്ങി നോക്കുക. അങ്ങനെ നമ്മളൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുക, ഈ കച്ചവടത്തെ കുറിച്ച്, നമ്മൾ തുടങ്ങിയ കച്ചവടത്തെ കുറിച്ച് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കണം. അതായത് നമ്മൾ തുടങ്ങിയ കച്ചവടത്തെ കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ? കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കച്ചവടം ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും?
നമ്മൾ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ, ന്യൂസ് പേപ്പേഴ്സിലോ അല്ലെങ്കിൽ നോട്ടീസ് വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ സമയത്തായതുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പരസ്യങ്ങൾ കൊടുക്കും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കച്ചവടത്തെ കുറിച്ച്, നമ്മൾ തുടങ്ങുന്ന കച്ചവടത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും അല്ലെ. അതൊരു രീതിയാണ്. അതായത് കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇത്, ഈ പരസ്യം അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഏതൊരു കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് തന്ത്രം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഇത്, ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, ഗതാഗതം എന്ന് പറയുന്നത്. അതായത് ഒരു കച്ചവടത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം, ഗതാഗത സംവിധാനങ്ങൾ വേണം. അപ്പൊ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇത്, ഈ ഗതാഗതം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാണ് അഡ്വർടൈസ്മെന്റ്, മറ്റൊന്ന് ഗതാഗതം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ വരുന്നത്, നമ്മൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിന് വേണ്ടി എന്ത് വെക്കും, സാധനങ്ങൾ വാങ്ങി വെക്കും. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വെക്കും. അങ്ങനെ നമ്മൾ വാങ്ങി വെക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 മാസം കൊണ്ടൊന്നും വിറ്റ് പോകണമെന്നൊന്നുമില്ല അല്ലെ. ഒരുപാട് കാലത്തേക്ക് നമ്മൾ എന്ത് ലോഡ് കണക്കിന് സാധനങ്ങൾ ഒരുമിച്ചെടുക്കുകയാണ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യക്കാർ വരുന്നത് വരെ അല്ലെങ്കിൽ വിൽപ്പന നടക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു വെക്കണം, സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തു വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ വെയർ ഹൗസിംഗ് എന്ന് പറയാം. ഗോഡൌണുകളിലോ അല്ലെങ്കിൽ വെയർ ഹൗസുകളിലോ നമ്മൾ ആവശ്യക്കാർ വരുന്നത് വരെ അല്ലെങ്കിൽ വിൽപ്പന നടക്കുന്നത് വരെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ഇത് പറയാം, വെയർ ഹൗസിംഗ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള വെയർ ഹൗസിംഗും കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതേപോലെ തന്നെ മറ്റൊരു കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഒരു കച്ചവട സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മേഖലയാണ് ഏത്, ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു കച്ചവട സ്ഥാപനത്തിൽ അന്നന്ന് കിട്ടുന്ന വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആവശ്യം വരുന്ന സമയത്ത് വിഡ്രോ ചെയ്യും. അങ്ങനെ ബാങ്കുമായിട്ട് നല്ല ഇടപാട് അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇടപാട് ആർക്കുണ്ട്, കച്ചവടത്തിനുണ്ട്. അപ്പൊ കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇത് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1 അഡ്വർടൈസ്മെന്റ്, 2 ട്രാൻസ്പോർട്ടേഷൻ, 3 വെയർ ഹൗസിംഗ്, 4 ബാങ്കിങ്. അതേപോലെ തന്നെ ഒരുപാട് മേഖലകളുണ്ട് ബന്ധപ്പെട്ടത്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കച്ചവടം എന്താണെന്ന് പറഞ്ഞു, കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് പറഞ്ഞു അല്ലെ. കച്ചവടം എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെ, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ കച്ചവടം എന്ന് പറയും. ആ കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളാണ് ഇത് അഡ്വർടൈസ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ബാങ്കിങ് ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എന്താ കൊമേഴ്സ് എന്ന് പറയാൻ പറ്റും. കച്ചവടവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെയും കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് പറയാം, കൊമേഴ്സ് അല്ലെങ്കിൽ വാണിജ്യം എന്ന് പറയും. ഓക്കെ, അപ്പൊ കൊമേഴ്സ് അല്ലെങ്കിൽ വാണിജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കച്ചവടവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളും കൂടി ചേർന്നതാണ് എന്ത്, വാണിജ്യം അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വാണിജ്യം അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, കച്ചവടവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെയും കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് പറയാം, കൊമേഴ്സ് അല്ലെങ്കിൽ വാണിജ്യം എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പറയും, എന്താണ് കൊമേഴ്സ് എങ്ങനെ പറഞ്ഞു കൊടുക്കും. മലയാളത്തിൽ വാണിജ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്, കച്ചവടവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെയും കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് പറയാ, വാണിജ്യം എന്ന് പറയും. എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എങ്ങനെ പറയും, കച്ചവടം എന്ന് വെച്ചാൽ ട്രേഡാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്, എയ്ഡ്സ് ടു ട്രേഡ്, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടത്, എയ്ഡ്സ് ടു ട്രേഡ്. അപ്പോൾ എന്ത് പറയും, കച്ചവടവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെയും എങ്ങനെ നമ്മൾ പറയും, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയും അല്ലേ. അപ്പൊ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്, ഒറ്റ വാക്കിൽ നമുക്ക് പറയാം അല്ലെ. കച്ചവടവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, കൊമേഴ്സ് എന്ന് പറയാം, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ഓക്കെ അല്ലെ, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് ആണ് എന്ത്, കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, കൊമേഴ്സ് എന്ന് പറഞ്ഞാല്
കച്ചവടവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയാ, കൊമേഴ്സ് എന്ന് പറയാ. ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡ് എന്ന് വെച്ചാൽ കച്ചവടം, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, അഡ്വർടൈസ്മെന്റ്, ബാങ്കിങ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആര് കൊമേഴ്സ് എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കുക? കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെയും കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് പറയാ, കൊമേഴ്സ് എന്ന് പറയാ, അല്ലെങ്കിൽ വാണിജ്യം എന്ന് പറയും. ഓക്കെ, അതായത് ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, കൊമേഴ്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്നവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഇത്, ഈ കൊമേഴ്സ് എന്താണെന്ന കാര്യം. ഓക്കെ ആണല്ലോ. ഇനി ആരോടും മറന്നുപോയില്ലല്ലോ, കൃത്യമായിട്ട് പഠിക്കുക എന്താണ് കൊമേഴ്സ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി വെക്കുക, കാരണം നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ് ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഈ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഇത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ടേമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ട് അവിടെയുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഒരു കച്ചവട സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ട്, ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടെയുള്ള ലാഭനഷ്ടം കണ്ടുപിടിക്കുക, സാമ്പത്തിക സ്ഥിതി മെച്ചമാണോ മോശമാണോ എന്നൊക്കെ കണ്ടുപിടിക്കുക. ഇതിനെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഭാഷയിൽ അക്കൗണ്ടിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഷയിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കച്ചവട സ്ഥാപനത്തിനെ സംബന്ധിച്ച്, ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുക? അവിടെയുള്ള ലാഭനഷ്ടം കണ്ടുപിടിക്കുക, സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ ആയിട്ട് അക്കൗണ്ടിങ് എന്ന് പറയും. ഓക്കെ, നടക്കുന്ന ഇടപാട് രേഖപ്പെടുത്തി വെക്കുക, അത് വെച്ചുകൊണ്ട് നമ്മൾ ലാഭനഷ്ടം കണ്ടുപിടിക്കുക, സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? അക്കൗണ്ടിങ് എന്ന് പറയും. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ശാഖയാണ് ഇത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ശാഖയാണ് ഇത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ +1 പഠിക്കുന്നത് ഈ അക്കൗണ്ടൻസി ആണ്. അതായത് ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച്, കച്ചവട സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എങ്ങനെ നമുക്ക് കണക്കുകളും കാര്യങ്ങളും ചെയ്യാം, എങ്ങനെ നമുക്ക് അതിന്റെ ലാഭനഷ്ടവും കാര്യങ്ങളും കണ്ടുപിടിക്കാം, എങ്ങനെ നമുക്ക് അതിന്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കാം, മനസ്സിലാക്കാം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പേ, മെയിൻ ആയിട്ട് അക്കൗണ്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പേ അതിന് അടിസ്ഥാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതായത് ബേസിക് ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ട്. നേരെ നമുക്ക് അക്കൗണ്ടിങ്ങിലേക്ക് കണക്കുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതിന്റെ അടിസ്ഥാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. കുറച്ച് പ്രധാനപ്പെട്ട ടേംസുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു, ബാക്കി അടുത്ത ക്ലാസ് കൊണ്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അധികം ക്ലാസ് ലെങ്തി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും വിഷമമായിട്ട് മാറും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ടേംസ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നു ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ടേംസുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ശ്രദ്ധിക്കാം. ഏതൊരു അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചും ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചിട്ടും അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്താ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഒരു ബിസിനസിനെ സംബന്ധിച്ചിട്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം മൂലധനമാണ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനമാണ്. എന്താണ് മൂലധനം എന്ന് പറയുന്നത്? ബേസിക് ആയിട്ട് നമുക്കറിയാം, ആരോട് ചോദിച്ചാലും പറയും മൂലധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പണം വേണം നമുക്ക്, അല്ലെ? അങ്ങനെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവരുന്ന പണമാണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയാം. പക്ഷെ അത് മാത്രമാണോ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു. ഉദാഹരണത്തിന് ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നത് നോക്കുക. അങ്ങനെയുള്ള ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് പണം വേണം. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നു, ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നു, മറ്റു സോഴ്സുകളിൽ നിന്നൊക്കെ ഞാൻ പണം കണ്ടെത്തിയിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നു, പണം കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 10 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു 10 ലക്ഷം രൂപ ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. പിന്നെ എന്റെ കയ്യിൽ സ്വന്തമായിട്ട് ഈ ബിസിനസ്സിനെ പറ്റി ഒരു ബിൽഡിംഗ് ഉണ്ട്, അതും ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. എന്റെ കയ്യിൽ കുറച്ച് ഫർണിച്ചേഴ്സ്,
അതായത് ടേബിള്, ചെയർ അങ്ങനെയുള്ള കുറച്ച് ഫർണിച്ചേഴ്സ് ഉണ്ട്, അതും ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. കാരണം നമുക്ക് പുറമേ ഇത് വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു പ്രിന്റർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു, ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയോ ആണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ എന്ന് പറയാ. പണം മാത്രമല്ല. ഓക്കെ, എന്താണ്? ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയോ ആണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, എങ്ങനെ നമുക്കിത് ഇംഗ്ലീഷ് പറയാം? എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? പണമോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളോ ആണ് ആര് കൊണ്ടുവരുന്നത്? തുടങ്ങുന്ന സമയത്ത് ഓണർ, അതായത് തുടങ്ങുന്ന വ്യക്തി കൊണ്ടുവരുന്ന പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, എങ്ങനെ പറയും നമുക്ക്? മണി ഓർ മണീസ് വർത്ത്, പണം അല്ലെങ്കിൽ അതിന്റെ മൂല്യമുള്ളത്. മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ഓണർ. ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഇൻ ടു ദി ബിസിനസ്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? ഞാൻ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞു നോക്കുക. മണി ഓർ മണീസ് വർത്ത്, പണം അല്ലെങ്കിൽ അതിന്റെ മൂല്യമുള്ള വസ്തുക്കൾ. മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ദി ബിസിനസ്. ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? മണി ഓർ മണീസ് വർത്ത്, പണമോ അതിന്റെ മൂല്യമുള്ളതോ. അതിന്റെ മൂല്യമുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? അത് വിറ്റാ നമുക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ദി ബിസിനസ്. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയോ ആണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ടേം ആണ് അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് അസറ്റ് അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത്? എന്താണ് അസറ്റ്? ഇപ്പൊ ഒരാൾ എന്നോട് ചോദിക്കുന്നു എന്താണ് എന്റെ ആസ്തി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് പറയും? എന്റെ ആസ്തി എന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ടുള്ള പണം, പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് എന്ത് പറയാ? എന്റെ ആസ്തി എന്ന് പറയും. എനിക്ക് സ്വന്തമായിട്ടുള്ള പണത്തെയും പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് എന്ത് പറയാ? എന്റെ ആസ്തി എന്ന് പറയും. അതേപോലെ ഒരു ബിസിനസിന്റെ ആസ്തി അല്ലെങ്കിൽ ബിസിനസിന്റെ അസറ്റ് എന്തായിരിക്കും? അതേപോലെ തന്നെ പറയാം, ഒരു ബിസിനസിന് സ്വന്തമായിട്ടുള്ള പണത്തെയും പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? ബിസിനസിന്റെ ആസ്തി എന്ന് പറയാ. അതായത് ബിസിനസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ. ഓക്കെ, അതായത് ബിസിനസിന് സ്വന്തമായിട്ടുള്ള പണത്തെയും പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? ബിസിനസിന്റെ ആസ്തി എന്ന് പറയും. ഓക്കെ, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പറയാം? മണി ഓർ മണീസ് വർത്ത് ഓൺഡ് ബൈ ദ ബിസിനസ്. മണി ഓർ മണീസ് വർത്ത് ഓൺഡ് ബൈ ദി ബിസിനസ്. ബിസിനസിന് സ്വന്തമായിട്ടുള്ള പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? അസറ്റ് എന്ന് പറയും. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന വ്യക്തി കൊണ്ടുവരുന്ന പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിസിനസിന്റെ സ്വന്തമായിട്ട് മാറിയില്ലേ? കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് ബിസിനസിന്റെ സ്വന്തമായിട്ട് മാറി. അപ്പോൾ അത് അസറ്റ് ആയിട്ട് മാറും. അപ്പൊ ഒരു ബിസിനസിന് സ്വന്തമായിട്ടുള്ള പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? അസറ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ബിസിനസിന് സ്വന്തമായിട്ടുള്ള പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? അസറ്റ് എന്ന് പറയാ. മണി ഓർ മണീസ് വർത്ത് ഓൺഡ് ബൈ ദ ബിസിനസ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയുള്ള അസറ്റിനെ, ഇങ്ങനെയുള്ള ഒരു ബിസിനസിന്റെ ആസ്തിയെ നമ്മൾ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കുന്നു. ഇങ്ങനെയുള്ള അസറ്റിനെ അല്ലെങ്കിൽ ആസ്തിയെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്. 2 കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ്. 3 ടാഞ്ചിബിൾ അസറ്റ്. 4 ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, ഒന്ന് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്. 2 കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ്. 3 ടാഞ്ചിബിൾ അസറ്റ്സ്. 4 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ. എന്താണ് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മൾ തന്നെ വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങുന്നത് നോക്കുക. അങ്ങനെയുള്ള ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ ഫർണിച്ചർ ചിലപ്പോ 1-2 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വാങ്ങി 1-2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോവാം. പക്ഷെ അങ്ങനെയുള്ള ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താ? അത് ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയണം.
അല്ലെങ്കിൽ ലോങ് ടേം യൂസിന് കഴിയണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫർണിച്ചർ വാങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫർണിച്ചറോ കമ്പ്യൂട്ടറോ അങ്ങനെ എന്തായിക്കോട്ടെ നമ്മൾ വാങ്ങുന്നത്. വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്, അത് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റണം അല്ലേ. പക്ഷേ അത് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വാങ്ങിയിട്ട് 2 ദിവസം കൊണ്ട് അത് പൊട്ടിപ്പോവാം. പക്ഷെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്, ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയണം. അതേപോലെ തന്നെയാണ് ബിസിനസിനെ സംബന്ധിച്ച്. ബിൽഡിംഗ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ വാങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് അവരുടെ ഉദ്ദേശം എന്താണ്, അത് ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയണം അല്ലേ. ലോങ് ടേം ഉപയോഗിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടെയാണ് അവർ വാങ്ങുന്നത്. പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വാങ്ങുന്ന സമയത്ത് അവരുടെ ഉദ്ദേശം എന്താണ്, ലോങ് ടേം യൂസ് ആണ്, അതായത് ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുമെന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ കഴിയണമെന്ന ലക്ഷ്യത്തോടെ വാങ്ങുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്ന് പറയാം. അതായത് ദീർഘകാലത്തേക്ക് വേണ്ടി വാങ്ങി വെക്കുന്ന അസറ്റുകളാണ് ഇത് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്ന് പറയും. ഓക്കെ, ദീർഘകാലത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ ദീർഘകാല ഉപയോഗത്തിന് വേണ്ടി വാങ്ങി വെക്കുന്ന അസറ്റുകളാണ് ഇത് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ ഫർണിച്ചർ, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, മെഷീൻസ്, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, ഫിക്സഡ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തതാണ് കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ്. കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ് എന്ന് പറയുന്നത് കുറച്ചു കാലം കൈവശം വെക്കാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ് എന്ന് പറയും. കുറച്ചു കാലം കൈവശം വെക്കാൻ പറ്റുന്ന അസറ്റ്, അതായത് അസറ്റ്സ് വിച്ച് ആർ ഹോൾഡ് ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഹോൾഡ് കൈവശം വെക്കുക, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, കുറച്ചു കാലം കൈവശം വെക്കാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, കറന്റ് അസറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ്. അസറ്റ് വിച്ച് ആർ ഹോൾഡ് ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാഷ്, നമ്മുടെ കയ്യിലെ ക്യാഷ് എന്ന് പറയുന്നത് 5000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ബിസിനസ് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഈ 5000 രൂപ എന്ന് പറയുന്നത് നമുക്ക് 5 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ ഇന്ന് തന്നെ തീരും, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ തീരും അല്ലെ. അങ്ങനെ കുറച്ചു കാലം കൈവശം വെക്കാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ് എന്ന് പറയാം. അതിനുള്ള ബാക്കി കുറച്ച് എക്സാമ്പിൾ നമ്മൾ മുന്നോട്ട് പഠിക്കും. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, ക്യാഷ് കറന്റ് അസറ്റ് ആണ്, ഇത് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് അടുത്തതാണ് ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടാഞ്ചിബിൾ തിങ് എന്ന് പറഞ്ഞാല്, ടാഞ്ചിബിൾ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന ഏതൊരു സാധനത്തെയും നമുക്ക് ടാഞ്ചിബിൾ ഐറ്റം എന്ന് പറയും. നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന ഏതൊരു സാധനത്തെയും നമുക്ക് ടാഞ്ചിബിൾ ഐറ്റം എന്ന് പറയും. ടേബിൾ ആയിക്കോട്ടെ, ചെയർ ആയിക്കോട്ടെ, പെൻ ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, എന്ത് സാധനവും ടാഞ്ചിബിൾ ആയിട്ടാണ്. ഇനി ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതേപോലെ തന്നെ ഒരു ബിസിനസ്സിൽ കാണാനും തൊടാനും കഴിയുന്ന ഏതൊരു അസറ്റിനെയും നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. അസറ്റ്സ് വിച്ച് ക്യാൻ ബി ടച്ച് ഓർ സീൻ. അസറ്റ് വിച്ച് ക്യാൻ ബി ടച്ച് ഓർ സീൻ, കാണാനും തൊടാനും കഴിയുന്ന ഏതൊരു അസറ്റിനെയും നമുക്ക് എന്ത് പറയാം, ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. എല്ലാ ഫിക്സഡ് അസറ്റും ഏതിന് ഉദാഹരണങ്ങളാണ്, ടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. ഫർണിച്ചർ, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, പ്രിന്റർ, അങ്ങനെ എന്തും ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ കാണാനും തൊടാനും കഴിയുന്ന ഏതൊരു അസറ്റിനെയും നമുക്ക് എന്ത് പറയാം, ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാണാനും തൊടാനും കഴിയാത്ത അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. കാണാനും തൊടാനും കഴിയാത്ത അസറ്റുകളാണ് ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. ഓക്കെ, എന്താണ് പറയാ, അസറ്റ് വിച്ച് കാനോട്ട് ബി ടച്ച് ഓർ സീൻ. അസറ്റ് വിച്ച് കാനോട്ട് ബി ടച്ച് ഓർ സീൻ, കാണാനോ തൊടാനോ കഴിയാത്ത അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണം എന്ന് പറയുന്നത്, നമുക്ക് കാണാനും തൊടാനും കഴിയാത്ത ഏത് അസറ്റാണ് ബിസിനസ്സിൽ ഉണ്ടാവുക. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എന്ത്, ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ സൽപ്പേര് അല്ലെങ്കിൽ സൽപ്പേരിന്റെ മൂല്യം എന്നൊക്കെ പറയുന്നത് ഗുഡ്വിൽ എന്ന് പറയും നമ്മൾ, നല്ല പേര്. ഒരു സ്ഥാപനത്തിന് അതിന്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെ, ഒരുപാട് കാലത്തെ നല്ല പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഒരു സ്ഥാപനത്തിന് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റൂ, നല്ല പേരുണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള സൽപ്പേരിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയും. അങ്ങനെയുള്ള ഗുഡ്വില്ലിന്റെ മൂല്യം ചില സമയങ്ങളിൽ നമ്മൾ കണക്കാക്കേണ്ടി വരും. നമ്മൾ അതൊക്കെ മുന്നോട്ട് പഠിക്കും. അങ്ങനെയുള്ള ഗുഡ്വില്ലിന്റെ വില നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്, അസറ്റാണ്, ആസ്തിയാണ്. അത് പക്ഷേ നമുക്ക് മറ്റ് അസറ്റുകൾ പോലെ കാണാനോ തൊടാനോ കഴിയണമെന്നില്ല, പക്ഷെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസിനെ സംബന്ധിച്ച് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ഇത് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോപ്പിറൈറ്റ്, അവകാശം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ അതിന്റെ ഉടമസ്ഥരിൽ നിന്ന് വേണം അവകാശം നേടിയെടുക്കണം.
ഓക്കെ, നമ്മൾ ചില ചാനലുകളൊക്കെ കാണുന്ന സമയത്ത് ചില ഫിലിമൊക്കെ ചില ചാനലുകളിൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് ആ ചാനലിന് മാത്രമായിരിക്കും ആ ഫിലിം പ്രക്ഷേപണം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ടാവുക. അതേപോലെ മറ്റ് കമ്പനികളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുവാനോ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുവാനോ ഒക്കെയുള്ള അവകാശമാണ് ഇത് കോപ്പിറൈറ്റ് എന്ന് പറയും. കോപ്പി ചെയ്യാനുള്ള അവകാശം. അതും എന്താണ്, മറ്റ് അസറ്റുകളെ പോലെ നമുക്ക് കാണാനോ തൊടാനോ കഴിയണമെന്നില്ല. ഇൻടാഞ്ചിബിൾ ആണ്, കാണാനോ തൊടാനോ കഴിയാത്ത അസറ്റാണ്, പക്ഷെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 എക്സാമ്പിൾ പറഞ്ഞു, ഇൻടാഞ്ചിബിൾ അസറ്റിന് ഗുഡ്വില്ലും കോപ്പിറൈറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പറഞ്ഞു? എന്താ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേമുകൾ പറഞ്ഞു, അല്ലെ അസറ്റ് പറഞ്ഞു, സോറി ക്യാപിറ്റൽ പറഞ്ഞു, അസറ്റ് പറഞ്ഞു, അസറ്റിന്റെ 4 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ബേസിക് ടേംസിന്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഓരോ കാര്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ചെറിയ നോട്ട്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കമന്റുകളോ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.